നമ്മുടെ അമിത്ഷാ ഇന്നലെ നമ്മുടെ കേരളത്തിൽ വന്നിരുന്നു. അദ്ദേഹം 2026 കേരളം അദ്ദേഹം BJPയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് കേരളം പിടിച്ചെടുക്കുമെന്നൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമായില്ല എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന അഴിമതി അദ്ദേഹം അടിവരി ഇട്ടുകൊണ്ടാണ് ഇന്നലെ സംസാരിച്ചത്. എൻ്റെ ഒരൊറ്റ ചോദ്യം, ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്താണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്. അന്ന് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അന്നൊരു തീപിടുത്തമുണ്ടായി. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ CBI വരികയുണ്ടായി. എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം പിന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല? അദ്ദേഹം ഉത്തരം പറയണം. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കേണ്ടത് ഒന്നുകിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അല്ലെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികൾ മാത്രമാണ് നടത്തേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ഏജൻസികളെ സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത്? അത് കൃത്യമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ഉം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഉണ്ടാക്കാൻ പോകുന്ന ധാരണയുടെ ഒരു സൂചനയായിട്ട് മാത്രമേ അതിനെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഈ BJPക്ക് ഒഡീഷയിലടക്കം തദ്ദേശീയ പാർട്ടികൾക്കടക്കം വലിയ പേരിൽ ഒഡീഷയിൽ വോട്ട് വിഹിതം കൂട്ടി, ഹരിയാന ഇവിടങ്ങളിലൊക്കെ വോട്ട് വിഹിതവും വിജയിച്ച ഒരു പാരമ്പര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ആത്മവിശ്വാസം ഉണ്ടാവില്ലേ 2026-ലേക്ക്? ഇതൊന്നും ഒരിക്കലും നിങ്ങൾ നോക്കൂ. കേരളത്തിൽ യു വെയിറ്റ് ആൻഡ് സീ. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു കേരളം പിടിക്കുമെന്ന് പറയുന്നത് ഒരിക്കലുമില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ സഹായം കിട്ടുമോ എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും അവർ പിടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഒരു അന്തർധാരയുടെ ഒരു മണം അതിലില്ലേ? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അത്ര പറയുക, ഇത്രയധികം കേസുകളുണ്ടായിട്ട് അത് അന്വേഷിക്കാൻ ബാധ്യതയുള്ള ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമന്ത്രി അദ്ദേഹമാണ് ഇങ്ങനെ ഒരു നിസ്സഹായനെ പോലെ സംസാരിക്കുന്നില്ല. അതൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. കൃത്യമായിട്ട് അറിയാം. മുഖ്യമന്ത്രി ആരാവണമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നടത്തുന്നത്. അതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന വാർത്തകളല്ലേ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കൂ. ഇവിടെ എന്തായാലും 2026 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് പിണറായി വിജയന് പോലും സംശയമില്ലാത്ത കാര്യമാണത്. ആ കാര്യത്തിൽ ജനങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് ഈ അഴിമതി കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഈ ദുർഭരണം പുറത്തു പോകണം, അല്ലെങ്കിൽ അവസാനിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ 2026 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. ഓക്കെ.